നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എത്രത്തോളം തരം താഴാമെന്നതിന്റെയും എത്ര നീചമായ വർഗീയ ധ്രുവീകരണം നടത്താമെന്നതിന്റെയും ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകര മണ്ഡലത്തിൽ ഉയർന്നു വന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും തമ്മിൽ ശക്തമായ മത്സരം നടന്ന വടകരയിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപത്തെ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് UDF ഉണ്ടാക്കിയതാണെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ സൈബർ ഇടങ്ങളും വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണമാണ് അന്ന് അഴിച്ചുവിട്ടത്. എന്നാൽ ഒടുവിൽ ഇതാ ആ കള്ളക്കഥയുടെ ചുരുളഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖംമൂടി ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT ഇപ്പോൾ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA KK ലതിക അടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് ഈ വ്യാജ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ഷെയർ ചെയ്തത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ UDF ശ്രമിക്കുന്നു എന്ന നാട്ടിലുടനീളം ഇവർ പ്രസംഗിച്ചു നടന്നു. ഒരു പാവം മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെതിരെ പോലീസ് കേസെടുക്കുകയും വലിയ രീതിയിൽ വേട്ടയാടുകയും ചെയ്തു. എന്നാൽ ഈ കള്ളക്കേസിനെതിരെ മുഹമ്മദ് കാസിം ഹൈക്കോടതിയിൽ സമീപിച്ചതോടെയാണ് കഥ മാറുന്നത്. കാസിമിനെ ഈ പോസ്റ്റിൽ യാതൊരുവിധ പങ്കുമില്ലെന്ന് ഹൈക്കോടതി കൃത്യമായി കണ്ടെത്തി. ഇതോടെ നാണം കെട്ട CPM പ്രതിരോധത്തിലാവുകയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഹൈക്കോടതി പോലീസിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പോലീസ് അന്വേഷണം DYFI നേതാവും അധ്യാപകനുമായ റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലേക്ക് എത്തിയതോടെ പോലീസ് പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിചിത്രമായ ന്യായീകരണം കോടതിയിൽ നൽകി വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ കേസ് എന്നേക്കുമായി മുക്കാനും അവസാനിപ്പിക്കാനും മുൻപ് പോലീസ് വലിയ ശ്രമങ്ങൾ നടത്തി. സ്വന്തം പാർട്ടിയിലെ ഉന്നതർ കുടുങ്ങുമെന്ന് കണ്ടപ്പോഴാണ് നിയമത്തെ അട്ടിമറിക്കാൻ പോലും ഇവർ നോക്കിയത്. എന്നാൽ കേരളത്തിൽ ഭരണം മാറുകയും UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെയാണ് ഈ കേസിൽ പുനരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ അഥവാ SIT നിയോഗിക്കുന്നത്. SIT അന്വേഷണം ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നീങ്ങിയത്. മുൻപ് പോലീസ് സംരക്ഷിച്ച റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ SIT വിളിപ്പിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെ തങ്ങളുടെ കള്ളത്തരം പുറത്താകുമെന്ന് ഭയന്ന് DYFI പ്രവർത്തകരെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന പതിവ് ക്യാപ്സ്യൂളുമായി DYFI ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ കരച്ചിലുകൾക്കൊക്കെയും SIT പുല്ലുവിലയാണ് നൽകിയത്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന 2 തവണത്തെ കടുത്ത ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. വടകര സ്ക്വാഡ് എന്ന ഇടത് ആഭിമുഖ്യമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ വർഗീയ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യമായി കൊണ്ടിട്ടത് ഈ ജിതിൻ ഭാസ്കർ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ ഡിജിറ്റൽ തെളിവുകളോടെ കണ്ടെത്തി കഴിഞ്ഞു. കോഴിക്കോട് റൂറൽ SP ഫറാഷ് പറഞ്ഞത് ഈ വ്യാജന്റെ യഥാർത്ഥ ഉറവിടം അഥവാ ഇത് ഫോണിൽ നിർമ്മിച്ച വിരുദ്ധൻ ആരാണെന്ന് കണ്ടെത്തുന്നതിൽ ജിതിന്റെ അറസ്റ്റ് അതീവ നിർണായകമാണ് എന്നാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സ്വന്തം അണികളെ കൊണ്ട് കടുത്ത വർഗീയത എഴുതിപ്പിച്ച ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് എതിർചേരിയിലുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക എന്ന ഈ കമ്മ്യൂണിസ്റ്റ് തന്ത്രം നാടിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് വടകരയിൽ KK ശൈലജ തോറ്റത് ഈ വ്യാജൻ കാരണമാണെന്ന് പറഞ്ഞു കരഞ്ഞ നേതാക്കൾ ഇപ്പോൾ സ്വന്തം അണികൾ തന്നെയാണ് ഈ വർഗീയ വിഷം ചീറ്റിയതെന്ന് തെളിഞ്ഞപ്പോൾ എന്ത് ന്യായീകരണമാണ് പറയാൻ പോകുന്നത്? രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നാടിനെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ നോക്കിയ ഇത്തരം ക്രിമിനലുകൾക്ക് നിയമത്തിന്റെ പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണം. ചോദ്യം ചെയ്യലിലൂടെ ഈ സ്ക്രീൻഷോട്ട് ഡിസൈൻ ചെയ്ത IT സെല്ലിലെ വമ്പൻ സ്രാവുകളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ മുൻപ് കേസ് മുക്കാൻ നോക്കിയ പോലീസുകാരുടെ പങ്കും അന്വേഷിക്കണം. സത്യം എപ്പോഴും പുറത്തു വരിക തന്നെ ചെയ്യും. ജനങ്ങളെ പറ്റിച്ച ഈ കപട രാഷ്ട്രീയത്തിന് വരും ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവൂ. ഈ വർഗീയ വ്യാജ പോസ്റ്റ് നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖം മൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണു. മുൻപ് ഒരു ലീഗ് പ്രവർത്തകന്റെ തലയിലാണ് ഈ കുറ്റം കെട്ടിവെച്ച് വോട്ട് പിടിക്കാൻ നോക്കിയത്. വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ ഈ വിഷം ആദ്യം ഇട്ടത് സ്വന്തം നേതാവാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകല വമ്പന്മാരെയും പുറത്തു കൊണ്ടുവന്ന് വിചാരണ ചെയ്യണം.